ലോ അക്കാദമി സമരം അവസാനിപ്പിച്ചതായി SFI ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ലക്ഷ്മി നായരെ മാറ്റി അധ്യാപികയായും ലക്ഷ്മി നായർ തുടരില്ലെന്ന് ഉറപ്പ് കിട്ടി. വൈസ് പ്രിൻസിപ്പൽ മാധവൻ പോറ്റിക്കാണ് പകരം ചുമതല. ഇക്കാര്യത്തിൽ രേഖാമൂലം ഉറപ്പ് ലഭിച്ചെന്ന് SFI അറിയിച്ചു. ലക്ഷ്മി നായർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് പകരം വൈസ് പ്രിൻസിപ്പാൾ മാധവൻ പോറ്റിയെ പ്രിൻസിപ്പാളിൻ്റെ ചുമതല കൊടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിൽ, കുറഞ്ഞത് 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിൽ ഫാക്കൽറ്റി ആയിട്ട് പോലും ലക്ഷ്മി നായർ വരില്ല എന്ന ഉറപ്പും SFI സമരത്തിൻ്റെ ഭാഗമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അതൊരു നല്ല തീരുമാനമായിട്ട് തന്നെയാണ് SFI കാണുന്നത്. കാരണം ഇവിടെ ലക്ഷ്മി നായരെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ മാനേജ്മെൻറ്റ് നിർബന്ധിക്കപ്പെട്ടു. അവർ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ഫാക്കൽറ്റി ആയിട്ട് പോലും ഈ സ്ഥാപനത്തിലേക്ക് ചുരുങ്ങിയത് 5 വർഷത്തേക്ക് ലക്ഷ്മി നായർ വരില്ല എന്ന ഉറപ്പ് ഞങ്ങൾ എഴുതി ഇതിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങിച്ചിരിക്കുകയാണ്. ലക്ഷ്മി നായർ അക്കാദമിക് കാര്യങ്ങളിലടക്കം ലോ കോളേജിലെ ഒരു പ്രവൃത്തിയിലും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എഴുതി വാങ്ങിച്ച ഉറപ്പ്. ജീവൻകുമാർ ചേരുന്നു കോളേജിൽ നിന്നും. ജീവൻകുമാർ, വിദ്യാർത്ഥി സമൂഹത്തിന്റെ കൊടുങ്കാറ്റ്, അവർ തുറന്നുവിട്ട കൊടുങ്കാറ്റിന് വിജയം ഉണ്ടായിരിക്കുന്നു. ലക്ഷ്മി നായർ പുറത്തേക്ക് പോയിരിക്കുന്നു. സ്ഥിരീകരണം മാനേജ്മെന്റ് തന്നെ നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി അവിടെ നിരവധി വിദ്യാർത്ഥി സംഘടനകളൊക്കെയും സമരം നടത്തുന്നുണ്ട്. വി മുരളീധരൻ BJP നേതാവ് സമരപ്പന്തലിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നു. ഇനിയൊക്കെ മറ്റ് സംഘടനകളുടെ ഒക്കെ തന്നെ നിലപാടെങ്ങനെ? പ്രജീഷ്, അല്പസമയങ്ങൾക്ക് മുമ്പാണ് കോളേജിന്റെ ഡയറക്ടർ കൂടിയായ കൊലിയക്കോട് നാരായണൻ നായർ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് നിരവധി ചോദ്യങ്ങൾ, സംശയങ്ങൾ നമ്മൾ ഉന്നയിക്കുകയുണ്ടായി. ഒന്ന്, വിദ്യാർത്ഥി സംഘടനകളുമായി, പ്രത്യേകിച്ച് SFIയുമായി ഇപ്പോൾ കോളേജ് മാനേജ്മെന്റ് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. 5 വർഷത്തേക്ക് ലക്ഷ്മി നായർ ഈ കോളേജിൽ വരികയോ വിദ്യാർത്ഥികളെ കാണുകയോ പഠിപ്പിക്കുകയോ പ്രിൻസിപ്പലിന്റെ പദവി വഹിക്കുകയോ ചെയ്യില്ല. സർവകലാശാല ഡീബാർ ചെയ്തിരിക്കുന്ന അത്രയും കാലത്തോളം ലക്ഷ്മി നായർ മാറി നിൽക്കുമെന്നതാണ് ഇപ്പോൾ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുന്ന കരാർ. സ്വാഭാവികമായും ഇവിടെ ഉയർന്നു വരാവുന്ന ഒരു സംശയം നമ്മൾ വാർത്താ മാധ്യമങ്ങൾ അവിടെ ചോദിക്കുകയുണ്ടായി. വേണമെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ലക്ഷ്മി നായർക്ക് മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ, മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. അങ്ങനെ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും മാനേജ്മെന്റ് എടുക്കുക എന്നതായിരുന്നു പ്രഥമമായ നമ്മളുടെ ചോദ്യം. ഈ കാര്യത്തിൽ അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ കൊലിയക്കോട് നാരായണൻ നായർ മറുപടി നൽകി കഴിഞ്ഞു. ഈ കാര്യത്തിൽ അങ്ങനെ ഒരു റിട്ട് വരികയാണെങ്കിൽ അതിനെ തങ്ങൾ കോടതിയിൽ ലക്ഷ്മി നായർക്കെതിരെ ചലഞ്ച് ചെയ്യുമെന്ന് ഇവിടെ കൊലിയക്കോട് നാരായണൻ നായർ വ്യക്തമാക്കുകയുണ്ടായി. 2, പ്രധാനമായും ഉണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, വിദ്യാർത്ഥികൾ രാജി എന്നൊരാവശ്യം കൃത്യമായി ഉന്നയിക്കുന്നു. അതിൽ നിന്ന് മാറിക്കൊണ്ട് SFIയുമായി മാത്രം ഇത്തരത്തിൽ ഒരു ധാരണയിൽ ഏർപ്പെട്ടതിൻ്റെ സാങ്കത്യമെന്ത്? സ്വാഭാവികമായും ഉണ്ടാവുന്ന സംശയമാണ്. ഇന്നലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുകയും ഇന്ന് SFIയുമായി മാത്രം ചർച്ച ചെയ്ത് ഒരു വിഷയത്തിൽ ധാരണയിലേക്ക് എത്തുകയും അതിന് മാനേജ്മെന്റ് നൽകിയ ഒരു വിശദീകരണം, തങ്ങൾ എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ചിരുന്നു, എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും വിളിച്ചിരുന്നു, എന്നാൽ വന്നത് SFI മാത്രമാണ്. ഇന്നലെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ഇത്തരത്തിലാണ് കാര്യങ്ങൾ നടന്നത് എന്ന് മാനേജ്മെന്റ് പറയുന്നു. അപ്പോൾ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമാണ്. കാരണം ലക്ഷ്മി നായർ മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയിൽ പോവുകയാണെങ്കിൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ പക്ഷം ചേർന്നുകൊണ്ട് ലക്ഷ്മി നായർക്കെതിരെ കോടതിയിൽ മൂവ് ചെയ്യും എന്ന കൃത്യമായ സന്ദേശം ഇവിടെ നൽകി കഴിഞ്ഞു. സമരം തുടരുമോ എന്ന നമ്മളുടെ ചോദ്യമുണ്ടായി. സമരം ഇനി തുടരുകയാണെങ്കിൽ തുടരട്ടെ. ഹൈക്കോടതിയുടെ സംരക്ഷണയുടെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചതായും അവർ പറയുന്നു. സ്വാഭാവികമായും കോളേജ് യൂണിയൻ അടക്കം ഭരിക്കുന്ന SFI ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയും മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇനി SFIയുടെയും മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെയും സമരത്തിന്റെ സാങ്കത്യമെന്ത്, അവർ ഉയർത്തുന്ന ആശയത്തിന് ഇനി എത്രത്തോളം നിലനിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഇനി നിലനിൽപ്പില്ല എങ്കിൽ ഏത് തരത്തിലുള്ള വാദങ്ങളാണ് ഇതിൽ നിലനിർത്തുക എന്നതാണ് സ്വാഭാവികമായും ഇനി അറിയേണ്ടത്. എന്നോടൊപ്പം ഇവിടെ നിന്ന് AISFന്റെ കോളേജിലെ വിദ്യാർത്ഥിനികളുടെ പ്രതിനിധിയായ AISF നേതാവ് മോനിഷ എന്നോടൊപ്പമുണ്ട്. മോനിഷ, പ്രധാനമായും ഈ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, കോളേജിൽ CCTV ക്യാമറകൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, വിദ്യാർത്ഥി പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പ്രിൻസിപ്പാളിന്റെ രാജി എന്നൊരു നിലപാടിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ എത്തി. അത് വിദ്യാർത്ഥികൾ തിരികെ എത്തുകയാണെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടും എന്ന
ഒരു വലിയ ചോദ്യം സ്വാഭാവികമായി നിങ്ങളെ ചൂഴ്ന്നു നിന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെട്ടത്. 5 വർഷം നിങ്ങൾ അധ്യയനം കഴിഞ്ഞ് പോകുന്ന 5 വർഷത്തോളം ഇവിടെ ലക്ഷ്മി നായർ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കിട്ടിയതിനു ശേഷവും എന്താണ് ഇനിയും സമരത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ എന്താണ് നിങ്ങൾ ഉറച്ചു നിൽക്കും എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം? ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു വിദ്യാർത്ഥി ഐക്യത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിലാണ്. ഇപ്പോൾ SFIയോട് മാത്രം ഇന്നലെ വിദ്യാർത്ഥികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ബാക്കി എല്ലാ സംഘടനയിലുള്ള എല്ലാ പ്രവർത്തനം ഇറങ്ങി വന്ന രീതിയിൽ SFIയോട് കൂടെ 1 മണിക്കൂർ അവർ സംസാരിക്കുകയുണ്ടായി. ആ രീതിയിലുള്ള അവർ തമ്മിലുള്ള SFI മാനേജ്മെൻറ്റ് തമ്മിലൊരു ഒത്തുകളി എന്നാണ് ഞങ്ങളും ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഇപ്പം ആദ്യമേ SFI മുതലായുള്ള ഞങ്ങളെ വിദ്യാർത്ഥി ഐക്യത്തിൻ്റെ അവർ ഒരേ മുദ്രാവാക്യമാണ് നിലനിന്നിരുന്നത്, പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന്. എന്നാൽ ഇപ്പം ഒരു 5 വർഷത്തേക്ക് മാത്രം മാമിനെ മാറ്റുക എന്നൊരു നിലപാട് മാം നേരത്തെ സ്വീകരിച്ചിരുന്നതാണ്. അത് എന്നാൽ ഞങ്ങളത് തള്ളിയതുമാണ്. കാരണം ഞങ്ങൾക്ക് ആവശ്യം മാമിൻ്റെ രാജി എന്നതാണ്. അപ്പോൾ 5 വർഷത്തേക്ക് മാമിനെ മാറ്റിയാൽ തന്നെ മാമിന് കോടതിയിൽ പോയി സ്റ്റേ അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോഴത്തേക്കും മാമിന് എങ്ങനെ പോയാലും അത് തിരിച്ചു വരാം എന്നൊരു ആശങ്ക ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾ വിദ്യാർത്ഥി ഐക്യം ഒരുമിച്ച് തന്നെ പറയുന്നത് മാം രാജിവെക്കണം എന്ന നിലപാടിലാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു SFIയോട് മാത്രമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം ഇതിലില്ല. അത് SFI പ്രതിനിധികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മീറ്റിംഗ് നടത്തി ഞങ്ങൾ വിദ്യാർത്ഥി ഐക്യത്തിൽ ആരെയും മാം വിളിച്ചിട്ടില്ല, ഞങ്ങളുടെ അടുത്ത് ഒരു അഭിപ്രായം മാം ചോദിച്ചിട്ടില്ല ഇതുവരെ. അപ്പോഴത്തേക്കും ഇത് അവർ തമ്മിലുള്ളൊരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് നടന്നത്. ഞങ്ങൾക്ക് വിദ്യാർത്ഥി ഐക്യത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. പ്രിൻസിപ്പൽ രാജിവെക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും. ഒരു ചോദ്യം കൂടെ, വിദ്യാർത്ഥി പ്രതിനിധികൾ അതായത് ASF അടക്കമുള്ള വിദ്യാർത്ഥി ഐക്യത്തിന്റെ പ്രവർത്തകരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എന്നാണ് കൊലിയക്കോട് നാരായണൻ നായർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കൊലിയക്കോട് നാരായണൻ നായർ പറയുന്നത് കള്ളമാണോ? വിദ്യാർത്ഥി എല്ലാ പ്രസ്ഥാനത്തിനെയും ഇന്നലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ വിളിച്ചിട്ട് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് പ്രിൻസിപ്പൽ രാജിവെക്കൂല എന്ന ഒരു തീരുമാനം അവർക്കുണ്ടാവുകയും ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളിലുള്ളവർ ഇറങ്ങിപ്പോരുകയും SFIയിലുള്ള ആൾക്കാർ മാത്രം ഇരിക്കുകയും ചെയ്തത്. ഇപ്പോഴുണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പം SFIയുടെ പ്രവർത്തകരെ മാത്രം വിളിച്ച് സംസാരിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ SFIയുടെ പ്രവർത്തകരെ മാത്രം വിളിച്ച് സംസാരിച്ചു എന്നതാണോ നമ്മളുടെ ഇപ്പോഴത്തെ? ഞങ്ങൾ എന്തായാലും വിദ്യാർത്ഥി ഐക്യത്തിലുള്ളവരാരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇവിടെ ഒരു പ്രസ്താവന ഉണ്ടായി, പ്രിൻസിപ്പൽ 5 വർഷത്തേക്ക് മാറി നിൽക്കണം എന്നൊരു പ്രസ്താവന ഉണ്ടായ സമയത്താണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഞെട്ടലോടെയാണ് ഇത് ഏറ്റുവാങ്ങിയത്. കാരണം ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല ഈ കാര്യം. ഈ ഒരു മീറ്റിംഗ് നടന്നതോ ഞങ്ങളടുത്ത് ഇങ്ങനെ ഒരു 5 വർഷത്തേക്ക് മാറി നിൽക്കാൻ SFIക്കാർ സമ്മതിച്ചെന്നുള്ളത് കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. ഞങ്ങളാരും വിദ്യാർത്ഥി സംഘടനകളാരും വേറെ ആരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. മാനേജ്മെന്റ് ഇവരെ ഇപ്പോൾ 5 വർഷത്തേക്ക് മാറ്റുന്നു. ഇപ്പോൾ രാജിയാണ് വെക്കുന്നത്, അല്ലെങ്കിൽ പുറത്താക്കുക. മാനേജ്മെന്റ് ലക്ഷ്മി നായരെ പുറത്താക്കുകയാണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്മി നായർക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിച്ച് മാനേജ്മെന്റിനെതിരായി കോടതിയിൽ വന്നുകൂടെ? അങ്ങനെയാണെങ്കിലും പിന്നെ അവിടെ ലക്ഷ്മി നായർക്ക് രക്ഷപ്പെടാനുള്ള ഒരു കുരുക്കില്ലേ? അതായത് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് മാമിന്റെ രാജിയാണ്. പക്ഷെ മാം സ്വന്തം കൈപ്പടയിൽ എഴുതി തരുന്ന രാജിയാണ് ഞങ്ങൾക്ക് ആവശ്യം. അല്ലാതെ ഒരു മാറ്റത്തിന് ഒരാളെ വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഒരാളെ നിയമിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മാം 5 വർഷത്തേക്ക് മാറി നിന്നതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകത്തില്ല. മാമിൻ്റെ റിട്ടൺ ആയിട്ടുള്ളൊരു രാജിയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഒരിക്കലും ഈ കോളേജുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റീവ് ബോർഡുമായിട്ടോ ഒരു അംഗത്തിലോ ഈ കോളേജുമായിട്ടുള്ള ഒരു ഇതിലോ മാമിനെ തിരിച്ചു വരരുതെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ 5 വർഷത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. നാളെ മുതൽ വിദ്യാർത്ഥി സമരം തുടരുകയാണ്, നിങ്ങൾ തുടരുകയാണ്, മറ്റുള്ള വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറും. അപ്പോൾ ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ക്ലാസ് നടക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ്? ക്ലാസ്സുകൾ തടസ്സപ്പെടുത്താനാണോ തീരുമാനം, അല്ലെങ്കിൽ കോളേജ് ഉപരോധിക്കാനാണോ തീരുമാനം? എന്താണ് വിദ്യാർത്ഥി? ഞങ്ങൾ ഹൈക്കോടതിയുടെ എന്തായാലും തടസ്സപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം SFIയുടെ ചില നേതാക്കൾ മാത്രമേ ഇവരുടെ ഈ SFIയിലുള്ള അംഗങ്ങളോട് പോലും അഭിപ്രായം ചോദിക്കാതെയാണ് അവരൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ SFIയിലുള്ള പല ആൾക്കാരോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല, ഞങ്ങൾ ഇനിയിപ്പം ഒറ്റയ്ക്ക്, അതായത് ഞങ്ങളുടെ കൂടെ ഒന്നെങ്കിൽ കൂടുക അല്ലെങ്കിൽ ഹോസ്റ്റലേഴ്സിൻ്റെ അവിടെ ഇരുന്ന് ഞങ്ങൾ എന്തായാലും പ്രിൻസിപ്പളിൻ്റെ രാജിയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം SFI എന്ന സംഘടനയുള്ള കുട്ടികളുടെ പോലും ഒരു വാക്ക് ചോദിക്കുകയാണ് നേതാക്കന്മാർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും നാളെ മനസ്സുകൊണ്ട് പോലും ഈ സമരത്തിൽ പിന്തുണ നൽകുന്നത് ആരും ഈ കോളേജിൽ കയറിയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ കോടതിയിൽ സ്റ്റേ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആരെയും തടസ്സപ്പെടുത്തില്ല, അവരുടെ ഇഷ്ടം പോലെ. പക്ഷേ ആരും കയറില്ല എന്ന ഒരു ഉറച്ച നിലപാട് ഞങ്ങൾക്ക് ഉണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ ജീവൻ കുമാറിലേക്ക് ജീവൻ ഇനി നമുക്ക് ആവശ്യമുള്ളത് അവിടെ നിന്നുള്ള ബാക്കിയുള്ള പ്രതികരണങ്ങൾ കൂടി മറ്റ് വിദ്യാർത്ഥികളുടെ ഒക്കെ തന്നെ സംഘടനകളുടെ പ്രതികരണമാണ് നമുക്ക് വേണ്ടത്. എന്തായാലും മാനേജ്മെന്റ് ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക്, കാരണം പരീക്ഷ അടക്കം വരാൻ പോകുന്നു, വിദ്യാർത്ഥികൾ വലിയൊരു ഗതികേടിലേക്ക് പോകുന്ന സാഹചര്യം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ മാനേജ്മെന്റ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്? ഇനി എന്താണ് മറ്റ് സംഘടനകൾ തീവ്രമായ ഒരു നിലപാടിലേക്ക് പോകും എന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്? പ്രജീഷ്, നമ്മളിപ്പോൾ കേട്ടത് AISFന്റെ പ്രവർത്തകയുടെ AISFന്റെ നേതാവായ മോനുഷയുടെ അഭിപ്രായമാണ്. ഇനി നമുക്കറിയേണ്ടത് ABVP ഒപ്പം MSF, KSU ഈ സംഘടനകളാണ് വിദ്യാർത്ഥി ഐക്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിയണം. എന്തായാലും മോനുഷയിൽ നിന്നും നമ്മൾ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞു. SFIയോട് മാത്രമായി ചർച്ച നടത്തി എന്നതാണ് പ്രധാനമായും ASF നേതാവായ മോനുഷയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. പല SFI പ്രവർത്തകർക്ക് പോലും ഈ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോഴും അറിയില്ല, അല്ലെങ്കിൽ അവർ തങ്ങളോടൊപ്പം ചേരും എന്നതാണ് ASF നേതാവായ മോനുഷ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ വിദ്യാർത്ഥി ഐക്യത്തിന്റെ പ്രവർത്തകർ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഇനി മറ്റ് സംഘടനകളുടെ കൂടി അഭിപ്രായം അറിയേണ്ടതുണ്ട്. ഇവിടെ സംഘടനകളിൽ ഉറച്ചു നിന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗം എന്നത് ഇവിടുത്തെ വിദ്യാർത്ഥിനികളുടെ ഒരു വലിയ പങ്കാളിത്തമായിരുന്നു. വിദ്യാർത്ഥിനികളുടെ പ്രതിനിധികളുമായി ഈ കാര്യത്തിൽ നമുക്ക് ഒരു ചർച്ച അനിവാര്യമായി തന്നെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി അവരുടെ ഒരു പ്രതികരണം ആരായുക, അവരുടെ ഒരു പ്രതികരണം ലഭിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായി ഉണ്ടാവുന്ന. ശരി, വ്യക്തമാണ്. എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് പറഞ്ഞു കഴിയുകയും ചെയ്തു. ഇനി സമരത്തിന് മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ മുതിരുമോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഏവരും കേട്ടുകഴിഞ്ഞു. ജീവൻ കുമാറിലേക്ക് പോകുന്നു. ജീവൻ, എന്താണ് സമരത്തെ ഇനിയുള്ള അവിടുത്തെ സ്ഥിതി? എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ചേർന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടോ? വിവിധ രാഷ്ട്രീയ കക്ഷികളാണ് അവിടെ സമരം നടത്തുന്നത്. BJPയുടെ ഒക്കെ തന്നെ പ്രതികരണങ്ങൾ ഏത് നിലയിൽ വരുന്നു? പ്രജീഷ്, BJPയുടെ പ്രതികരണം ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ തരാം. ഇപ്പോൾ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, കാരണം 4 വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏകപക്ഷീയമായി നിലവിൽ ഇപ്പോൾ SFIക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി കൂടിയായ ഹരിചന്ദ്രനാണ് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുക. നമുക്ക് ഹരിചന്ദ്രന്റെ അഭിപ്രായം തേടാം. SFI യൂണിറ്റ് സെക്രട്ടറി ഹരിചന്ദ്രൻ, ഈ കാര്യത്തിൽ ഇപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം SFIക്കെതിരെ SFIയുമായി മാത്രം ചർച്ച നടത്തി പ്രത്യേകമായ ഏതോ ചില ഗൂഢലക്ഷ്യങ്ങളോടുകൂടി മാനേജ്മെന്റ് നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി സമരം ചർച്ച ചെയ്തു സെറ്റിൽ ചെയ്യുകയായിരുന്നു എന്ന വാദമാണ് ഉയർത്തുന്നത്. പെട്ടെന്ന് ആർക്കും ഒരുപക്ഷെ കേട്ടാൽ അത് ശരിയാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് നിങ്ങളുടെ സംഘടനക്കെതിരെ ഉയർന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ? SFI ഇന്നലെ രാത്രി നടന്ന 8 മണിക്ക് വിളിച്ച ചർച്ചയിൽ SFI 10:30 ഇറങ്ങി വന്നുള്ളൂ എന്ന രീതിയിലായിരുന്നു ആദ്യ ആരോപണങ്ങൾ. ഈ മറ്റ് സംഘടനകളെല്ലാം ഇറങ്ങി വന്നിട്ടും SFI എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു? SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം കൃത്യമായി ഇന്നലെ പറഞ്ഞു, ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടത് പറയാനുള്ള കാര്യങ്ങൾ പറയുവാനും കേൾക്കാനുള്ളത് കേൾക്കുവാൻ വേണ്ടിയാണ് ചർച്ച വിളിക്കുന്നത്. അതിനുവേണ്ടിയാണ് SFI നിന്നത്. ഇന്നലെ ബാക്കിയുള്ള സംഘടനകൾ സ്വീകരിച്ചൊരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജിയെപ്പറ്റി വല്ലതും പറയാനുണ്ടോ, അത് മാത്രം ഞങ്ങൾക്ക് കേട്ടാൽ മതി, വേറെ ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോകുന്നൊരവസ്ഥയിൽ അവരാദ്യം ഇറങ്ങിപ്പോയി ഇപ്പോൾ പെൺകുട്ടികളടക്കമുള്ള അവർ വന്ന പ്രതിനിധികൾ അവിടെ നിൽക്കുകയാണ്. കാരണം അവർ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്, ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയണം എന്ന രീതിയിൽ അവരവിടെ തുറന്നു. ബാക്കിയുള്ളവർ ഈ ഇറങ്ങിപ്പോയ ആൾക്കാർ 5 മിനിറ്റ് കൊണ്ട് തന്നെ ആര് വിളിക്കാതെ തന്നെ തിരിച്ചു വന്ന് കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് ഞങ്ങൾ അതിനെ ആ രീതിയിലൊന്നും കാണുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇവിടെ ആരോപിച്ചത് SFI അതിനുശേഷം SFI ഒറ്റയ്ക്കിരുന്ന് അവിടെ എന്തൊക്കെയോ സമവാക്യങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. ഇത്തരമൊരു മാനേജ്മെന്റ്, ഇത്തരം വിദ്യാർത്ഥികളെ മുഴുവൻ എതിർക്കുന്ന, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന ഒരു മാനേജ്മെന്റ് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇത്തരം ഒരു സെറ്റിൽമെന്റിലേക്ക് ഈ ചർച്ചയെ കൊണ്ടെത്തിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. എന്ത് SFIയോട് എന്ത് താല്പര്യം ഉണ്ടായിട്ടാണ് ഇവരത് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ പ്രിൻസിപ്പളിനെ, ഒരു പ്രൈവറ്റ് കലാലയത്തിൻ്റെ പ്രിൻസിപ്പളിനെ 5 വർഷത്തേക്ക് ഈ കലാലയത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയാണ്. അവർ ഈ കലാലയത്തിൽ ഫാക്കൽറ്റി പോലും തിരിച്ചു വരില്ല എന്ന ഉറപ്പിലാണ് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നത്. അത്തരത്തിൽ അവരെ മുഴുവൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, അവരെല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ് SFI ആയിട്ട് ഇവരുണ്ടാക്കാൻ പോകുന്നത്? ഇത് പരിപൂർണമായ വിജയമാണ്. ഇത് വിദ്യാർത്ഥി സമരത്തിൻ്റെ മുമ്പിൽ, വിദ്യാർത്ഥി വികാരത്തിൻ്റെ മുന്നിൽ ഈ മാനേജ്മെൻറ്റും ഈ പ്രിൻസിപ്പളും അടക്കമുള്ള ആൾക്കാർ മുട്ടുകുത്തി എന്നതിൻ്റെ തെളിവാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ സെറ്റിൽമെൻ്റ് അല്ല, സ്വന്തം ഭാവി, സ്വന്തം ജീവിതം
കളഞ്ഞുകൊണ്ട് എന്ത് സെറ്റിൽമെൻറ്റിന് ആര് നിൽക്കുമെന്ന് സാമാന്യ ബുദ്ധി വെച്ച ഒരാൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഏറ്റവും പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് പറയാനുള്ളത്. കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ലക്ഷ്മി നായർക്കുണ്ട്. സ്വാഭാവികമായ ഒരു പൗരൻ എന്ന തലത്തിൽ മൗലികമായ അവകാശം അവർക്കുണ്ട്. ഒരുപക്ഷെ അവർ സമീപിച്ചേക്കാം, അല്ലെങ്കിൽ സമീപിക്കാതിരിക്കാം. സ്വാഭാവികമായി നേരത്തെ അച്ഛൻ പറഞ്ഞാൽ മാറി നിൽക്കാമെന്ന വാദം തന്നെയാണ് ലക്ഷ്മി നായർ പറഞ്ഞത്. പക്ഷേ ലക്ഷ്മി നായർ അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ അതിനെ ആ റിട്ടിനെ ഒപ്പോസ് ചെയ്യുമെന്ന് ഇപ്പോൾ ലോ അക്കാഡമിയുടെ മാനേജർ കൂടിയായ കൊല്ലിക്കോട് ഡയറക്ടർ കൂടിയായ കൊല്ലിക്കോട് നാരായണൻ നായർ പറഞ്ഞു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ഇനി ഈ സമരം നടത്തുന്ന മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നത് ഇനി അവർ സ്വാഭാവികമായും SFI സമരത്തെ ഒറ്റുകൊടുത്തു എന്നൊരു ആരോപണമായിരിക്കും ഉന്നയിക്കുക. ആ ആരോപണത്തെ SFI എങ്ങനെ രാഷ്ട്രീയമായി ഇനി പ്രതിരോധിക്കാൻ പോകുന്നു? ഒന്ന്, ഇതൊരു രാഷ്ട്രീയ സമരമല്ല എന്നുള്ള കാര്യം ഇവരാരും തിരിച്ചറിയുന്നില്ല. ഇതൊരു വിദ്യാർത്ഥി സമരമാണ്. ഇത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു സമരമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം പിന്നീട് കുത്തി നിറച്ചവരാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. ഈ രാഷ്ട്രീയം കൊണ്ട് നിറച്ചുകൊണ്ട് ഇവർക്കെല്ലാം രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇത്രയും കാലം SFI ഒരു മുന്നിലും ഒരിക്കലും SFI രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ SFIക്ക് രാഷ്ട്രീയം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൃത്യമായിട്ട് വരും. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഈ കേരളത്തിൻ്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ ഇവിടെ ASFും KSUം ABVPയും MSFും അടക്കമുള്ള ഏതൊക്കെ സംഘടനകൾ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സമരം ഏറ്റെടുത്തുകൊണ്ട് വിജയത്തിലേക്ക് വന്നിട്ടുണ്ട്? അല്ലെങ്കിൽ ഏതെങ്കിലും സമരം ഇവർക്ക് പേരിനെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരൊരു മാധ്യമ ശ്രദ്ധയിലേക്കോ പൊതുജനങ്ങൾ ശ്രദ്ധയിലേക്കോ ഇവിടെ ബാക്കി ഏത് സംഘടന എത്തിയിട്ടുണ്ട്? ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു പ്രിവിലേജാണ്. എല്ലാ ദിവസവും ചർച്ചകളിലേക്ക് എത്തുന്നു. ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്നു. ആ ഒരു കാര്യം ഞാൻ അവരെ വില കുറച്ച് കാണുമെന്നല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഏതാണ്? അവരതിനെ വളരെയധികം ആസ്വദിക്കുന്നു. അവർ ഇനി ഇത് തുടർന്നു കൊണ്ടുപോകാൻ പോകുന്നു. അവർക്ക് ഈ വിദ്യാർത്ഥികളെ പറ്റി ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ കലാലയത്തിൻ്റെ വർഷം ഏറ്റവും അവസാനിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ നിലവിലെ അവസ്ഥയിൽ ഒരു 10-15 ദിവസം ഈ സമരം നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ കലാലയത്തിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു അറിയപ്പെടുന്ന ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLM ചെയ്യാൻ പറ്റില്ല നിലവിലെ അവസ്ഥയിൽ. ഈ പറയുന്ന അവസ്ഥയിൽ ഈ സമരം തുടർന്നു പോയി കഴിഞ്ഞാൽ ഈ കലാലയത്തിലെ ഒരു സപ്ലി പോലും ഇല്ലാതെ ഫൈനൽ ഇയർ പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മറ്റ് വിദ്യാർത്ഥികളെ പോലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് LLB ഡിഗ്രി എടുക്കുന്ന വിദ്യാർത്ഥികളെ പോലെ സമയത്തിന് എൻറോൾ ചെയ്യാൻ പറ്റില്ല. അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഇവരെന്തൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ സമരത്തിന് വീണ്ടും തുടരുകയാണ്. ഞങ്ങൾ ഒരിക്കലും സമരത്തിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുകയില്ല. നമ്മൾ ഒരു ഏകദേശം 3-4 മണിക്കൂർ മുമ്പ് വരെ ഒന്നിച്ച് ഈ സമരം കൃത്യമായി ഞങ്ങൾ ഉന്നയിച്ചതാണ്. പക്ഷേ ഇതൊരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്തിമ വിജയത്തിലേക്ക് ഈ സമരം എത്തിയിരിക്കുകയാണ്. അതുപോലും മനസ്സിലാക്കാത്ത രീതിയിൽ വിദ്യാർത്ഥികളെ ഇവർ മറ്റു പല രീതിയിലേക്ക് ക്യാൻവാസ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ധാർമ്മികമായി ഈ സമരം വിജയിച്ചു എന്ന് ഹരിചന്ദ്രൻ പറയുന്നു. അപ്പോൾ തന്നെ ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത്, നേരത്തെ ASF നേതാവായ മോനുഷ ഉയർത്തിയ ഒരു ചോദ്യം ഉണ്ട്. അവർ പറയുന്നത് ഇതാണ്: SFIയുമായി മാത്രം ചർച്ച നടത്തുന്നു. ഇന്നലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോയതിനു ശേഷം SFIയുമായി വീണ്ടും ചർച്ച നടത്തുന്നു. ഇന്ന് SFIയുമായി മാത്രം ചർച്ച നടത്തുന്നു. അങ്ങനെ ഇവരെ യഥാർത്ഥത്തിൽ ഒരു സംശയത്തിന്റെ ഭാഗമായി ചോദിക്കുകയാണ്, ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നോ? നിങ്ങളെ വിളിക്കുന്നത് പോലെ തന്നെ ഇവരെയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു? അടിസ്ഥാനരഹിതമായ ആരോപണമാണിത്. കാരണം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു കൂട്ടിയ ചർച്ചയിൽ ഇതുപോലെ ABVP ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ABVP ഇറങ്ങിപ്പോയി. അന്ന് പക്ഷേ KSU അടക്കമുള്ള സംഘടനകൾ ASF അടക്കമുള്ള സംഘടനകൾ ചർച്ചയിൽ തുടരുകയാണുണ്ടായത്, കാര്യങ്ങൾ പറയുകയാണുണ്ടായത്. ഇത് അല്ല, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രിത്തെ ഞാൻ കൃത്യമായി പറഞ്ഞു. ഇത്തരത്തിൽ സംഘടനകൾ ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ, ഇത്തരത്തിൽ സംഘടനകൾ ഈ കലാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ ഇറങ്ങിപ്പോയൊരു സംഘടനയെ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ, ഇവർ ചർച്ചയ്ക്ക് വിളിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനാണ്. ആ ഒരു തരത്തിൽ ഈ ഒരു ചർച്ചയെ കാണുവാൻ, ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചർച്ചയെ അവർ ഉപയോഗിക്കുന്നില്ല. അവർക്ക് ഈ സമരം നീട്ടിക്കൊണ്ടു പോകണം എന്ന ദുരുദ്ദേശമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഈ ചർച്ചയെ നല്ല രീതിയിലല്ല കാണുന്നത്. പ്രജേഷ്, ഇതാണ് SFIയുടെ നേതാവ് ഹരിചന്ദ്രൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ സമരം നീട്ടിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് ആരംഭിച്ച ഒരു അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി മറ്റെന്തൊക്കെയോ വേണ്ടി അവർ സമരം നടത്തുന്നു എന്നതാണ് ഇവർ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി SFIയുടെ രാഷ്ട്രീയവുമായി, SFIയുടെ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി മുൻപോട്ട് പോകും എന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റ് വിദ്യാർത്ഥിനികളുടെ കൂടി പ്രതികരണം എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണം ഇടവേളയ്ക്ക് ശേഷം ആ പ്രതികരണങ്ങൾ എടുക്കാൻ ജീവൻകുമാർ, എന്താണ് ലോ അക്കാദമിയിൽ നിന്നുള്ള ഇനിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്? ജീവൻകുമാർ, ജീവനിലേക്ക് മടങ്ങിയെത്താം. ലോ അക്കാദമിയുടെ ഭൂമി സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കും. VSന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും കത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ജീവൻകുമാർ ചേരുന്നു വീണ്ടും. ജീവൻ,
ഇനിയുള്ള നടപടികൾ എങ്ങനെ? വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതികരണം. സമരം തുടരുമെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്നു. SFI അതേസമയം സമരം അവസാനിപ്പിക്കാനും ഒരുങ്ങുന്നു. വിശദാംശങ്ങൾ. പ്രജേഷ്, ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്നത് ഈ സമരത്തിൽ പങ്കാളികളായിരുന്ന വിദ്യാർത്ഥിനികളുടെ ഒരു വലിയ പങ്കാളിത്തമായിരുന്നു. അതിൽ വിദ്യാർത്ഥിനികളുടെ ഒരു വലിയ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിന്റെ വലിയ ശ്രദ്ധാകേന്ദ്രം. അതുകൊണ്ട് തന്നെ രാപ്പകൽ ഭേദമെന്നെ ഇവിടെ ഇരുന്ന വിദ്യാർത്ഥിനികൾ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഹോസ്റ്റൽ അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം മീരയുണ്ട്, വിദ്യാർത്ഥിനികളുടെ പ്രതിനിധിയായി. മീര, ഈ സമരത്തിന്റെ ഭാഗമായി നിങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം നിങ്ങളുടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ, അതോടൊപ്പം ഇന്റേണൽ മാർഗവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ, നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ, അവയടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും മാനേജ്മെന്റ് മാറ്റാമെന്ന് പൂർണ്ണമായും സമ്മതിച്ചു കഴിഞ്ഞു. 5 വർഷത്തേക്ക് ഈ കോളേജിൽ ഫാക്കൽറ്റിയായി പോലും ലക്ഷ്മി നായർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അഥവാ ഇനി അവർ ഈ വിഷയം ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ലോ അക്കാഡമിയുടെ മാനേജ്മെന്റ് തന്നെ ലക്ഷ്മി നായർക്കെതിരെ നിലപാട് കോടതിയിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഏതാണ്ട് 90% അംഗീകരിച്ചതായി പറയുമ്പോൾ പോലും രാജി എന്ന ഒരു പിൻ പോയിന്റിൽ നിങ്ങൾ നിൽക്കുന്നതിന്റെ സാങ്കത്യം. തീർച്ചയായും ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആദ്യം മുതലേ രാജി തന്നെയാണ്. അല്ലാതെ രാജിക്ക് അപ്പുറം ഞങ്ങൾ ഒന്നും ആവശ്യപ്പെട്ട് ഞങ്ങളുടെ മറ്റേ കണ്ടീഷനിലൊക്കെ കംപ്ലൈ ചെയ്തെങ്കിൽ കൂടി ഈ SFI ഇന്ന് കൊണ്ടുവന്ന റിപ്പോർട്ട് കണ്ടാൽ മനസ്സിലാവും. അത് ഏത് കോടതി പോലും മാമിന് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. മാമിന്റെ ഒപ്പില്ല, പിന്നെ എങ്ങനെ മാനേജ്മെന്റ് പറയുന്നത് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇതൊരു മാം ഇടപെടില്ല എന്ന്. മാനേജ്മെന്റ് ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് അവരെ നീക്കം ചെയ്യുകയാണ് ചെയ്തത്. പ്രിൻസിപ്പളിനും ഇത് പോയി ചലഞ്ച് ചെയ്യാവുന്നതാണ്. രാജിയാക്കിയാൽ അത് വേണമെങ്കിൽ അവരെ പുറത്താക്കുകയാണെങ്കിൽ, ഇപ്പൊ രാജിവെക്കാത്ത ഒരു പ്രിൻസിപ്പലിനെ പുറത്താക്കുകയാണെങ്കിലും ലക്ഷ്മി നായർക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഇവിടെയും അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ SFI മാത്രം ചെന്ന് ചർച്ച ചെയ്തൊരു കാര്യമാണ്. ബാക്കിയുള്ള പാർട്ടികളുണ്ട് ഇവിടെ. SFI ഉണ്ട്, KSU ഉണ്ട്, ABVP ഉണ്ട്, MSF ഉണ്ട്, AIS ഉണ്ട് എന്നിവർക്കൊപ്പം ഹോസ്റ്റലേഴ്സ് എന്ന വിഭാഗം വേറൊരു കാറ്റഗറി ആയിട്ട് ഇവിടെ നിന്ന് ചെയ്യാണ്. ഇവരെ ആരെയും വിളിക്കാതെ SFI മാത്രം ഒരു തീരുമാനം എങ്ങനെ എടുക്കാൻ സാധിക്കും? അതാണ് അത് പ്രധാനമായ വിഷയം. പിന്നെ മാമിന്റെ രാജിയാണ് ഞങ്ങൾ 5 വർഷത്തേക്ക് മാറ്റി നിർത്തുക എന്നല്ലായിരുന്നു ഞങ്ങളുടെ ഇത്. മാം എന്ന ആള് ഈ കോളേജിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം എന്നേക്കുമായി. അതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. ശരി. വ്യക്തമാണ് ജീവൻ കുമാർ. വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമരം തുടരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പോകുന്നു.